നമസ്കാരം, ഏവർക്കും ജോലി ജംഗ്ഷൻ മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 21. ജൂൺ 21 ഈ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണെന്ന് വേണമെങ്കിൽ പറയാം. ഇൻ്റർനാഷണൽ യോഗ ഡേ ആണ് ജൂൺ 21 ലോകമെമ്പാടുമുള്ള ജനങ്ങൾ ആഘോഷിക്കുന്നത്. ഈ ആധുനിക യുഗത്തിൽ എക്സസൈസിനും അതുപോലെ തന്നെ യോഗയ്ക്കൊക്കെ വളരെ പ്രാധാന്യമുണ്ട്. ഈ ഒരു അവസരത്തിൽ ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ സ്വന്തം പരവൂരിൽ യോഗ പഠിപ്പിക്കുന്ന ഒരു സെൻറ്ററുണ്ട്. ആ സെൻറ്ററിലേക്കാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ആ സെൻറ്ററിലെ പഠിക്കുന്നവരുടെയും പഠിപ്പിക്കുന്നവരുടെയും ഒക്കെ അഭിപ്രായങ്ങളും മറ്റും നമുക്കൊന്ന് വിശദമായി ചോദിച്ചും മനസ്സിലാക്കാം. You are watching Jewel Junction Media. സാർ നമസ്കാരം. നമസ്കാരം. സാറിൻ്റെ പേര്? എൻ്റെ പേര് ശ്യാംകുമാർ. പരവൂർ സ്വദേശി തന്നെയാണ്? പരവൂർ സ്വദേശി തന്നെയാണ്. അപ്പോൾ ഈ യോഗ ക്ലാസ്സുകൾ തുടങ്ങിയിട്ട് എത്ര നാളായി? എങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ നടക്കുന്നത്? എനിക്കൊരു അറ്റാക്ക് വന്നതിന് ശേഷമാണ് ഈ യോഗയിലോട്ട് പോകുന്നത്. അപ്പോൾ അത് 26 yearsആയി. ഇവിടെ തുടങ്ങിയിട്ട് ഒരു 10-15 വർഷമെങ്കിലോ. 15 വർഷമായി. സീനിയർ സിറ്റിസൺ ആണോ? സീനിയർ സിറ്റിസൺസ് അസോസിയേഷൻ്റെ കീഴിലാണ് യോഗ ക്ലബ്ബ് യോഗ നടത്തുന്നത്. ഇത് തികച്ചും സൗജന്യമായി തന്നെയാണോ? സൗജന്യമായിട്ടൊന്നുമല്ല, എല്ലാവർക്കും സൗജന്യമായി തന്നെയാണല്ലേ? സ്ത്രീകൾ ഒരു 100 rupees, പുരുഷന്മാർ 150 rupees പെർ മന്ത്. ഒരു മാസത്തെ ഒരു നാമമാത്രമായ ചെറിയൊരു അത്രയേ ഉള്ളൂ. സാധാരണ ഇങ്ങനെയുള്ള യോഗ സെൻ്ററുകളിലെല്ലാം വലിയ ഫീസായിട്ട് ഈടാക്കുന്നു. ഞങ്ങളൊരു സർവീസായിട്ടാണ് നടത്തിയത്. സർവീസായിട്ട്. ജൂൺ 21 എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ യോഗ ഡേ ആണ്. ആ യോഗ ഡേയോട് അനുബന്ധിച്ചാണ് ഇപ്പോൾ സാറിന് ഈ ഇങ്ങനെ ഒരു പ്രസ്ഥാനം ഇവിടെ നടക്കുന്നതെന്ന് കുറച്ച് നാളായി അറിഞ്ഞിട്ട്. അപ്പോൾ അത് നമ്മുടെ ചാനലിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുക, കൂടുതൽ ആൾക്കാരെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ. പലർക്കും അറിയത്തില്ല ഇങ്ങനെ ഒരു സംഭവം ഇവിടെ നടക്കുന്നതെന്ന്, പലർക്കും അറിയത്തില്ല. അപ്പോൾ അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ കൂടിയാണ് നമ്മളിങ്ങോട്ട് വന്നത്. ഇതിനകത്ത് പ്രത്യേകിച്ച് പറയാനുള്ളതെന്ന് വെച്ചിരുന്നാൽ നമുക്ക് ഡയബറ്റിക്, പ്രഷർ, കൊളസ്ട്രോൾ, ഉറക്കമില്ലായ്മ, മലബന്ധം, പിന്നെ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് അസുഖങ്ങൾക്ക് ഇവിടുത്തെ ഈ പരിപാടി കൊണ്ട് പ്രതിവിധിയുണ്ട്. എന്നുവെച്ചാൽ ഒരുപാട് പേർക്ക് അതിൻ്റെ ഇതൊക്കെ ഉണ്ട്. പിന്നെ മുട്ടുവേദന, കാലുവേദനയൊക്കെ ഉള്ള ചെറിയ തുടക്കത്തിലാണെങ്കിൽ മുട്ടുവേദനയൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം. ചിട്ടകളെ സമയക്രമങ്ങളൊക്കെ എങ്ങനെയാണ്? 5 to 6 വരെയാണ്. എല്ലാ ദിവസവും? ഞായറാഴ്ച ഒരു ദിവസം ഒഴിവാണ്. ബാക്കിയുള്ള എല്ലാ ദിവസവും 5 to 6 വരെ ഇവിടെ യോഗ കാണും. യോഗ എന്ന് വെച്ചിരുന്നല്ല, നമുക്ക് യോഗ തന്നെ പലതുണ്ട്. നിന്നുകൊണ്ട്, ഇരുന്നുകൊണ്ട്, കിടന്നുകൊണ്ട്, മലന്ന് കിടന്നുകൊണ്ട്. പിന്നെ ഇപ്പം ഇവിടെ ഉള്ളത് നിന്നുകൊണ്ടുള്ള യോഗയാണ് നടക്കുന്നത്. അതിനകത്ത് ത്രികോണാസനം, ഗജാസനം, അങ്ങനെയൊക്കെയുള്ള കുറേ ആസനങ്ങളും വരും. പിന്നെ ഉള്ളതെന്ന് വെച്ചിരുന്നാൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു വ്യായാമം, യോഗ ഒരു വ്യായാമമാണ്. അപ്പോൾ ഇത് നമ്മൾ കൂടുതലും വ്യായാമമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരെയൊക്കെ ഒന്ന് ഇത് ചെയ്ത് കഴിയുമ്പോൾ, ഗജാസനവും ജോഗിങ്ങും ഒക്കെ കഴിയുമ്പോൾ എല്ലാവരും ഒന്ന് വിയർക്കും. അപ്പോൾ അവർക്ക് എന്ന് വെച്ചാൽ പ്രധാനമായിട്ട് അത് തന്നെയാണ് ഞങ്ങളുടെ ഉദ്ദേശം. ജീവിതചര്യ രോഗങ്ങൾ കൂടി വരുന്ന ഒരു കാലഘട്ടമാണ്. അത് പ്രധാനമായിട്ടും നമ്മുടെ ആഹാര രീതി തന്നെയാണ്. അപ്പോൾ അതിന് ഓരോ അസുഖങ്ങൾക്കും ഓരോ ഈ ചിട്ട ഇതുണ്ടോ? അപ്പം ഈ പരിശീലന ക്രമങ്ങൾ അങ്ങനെയാണോ? അങ്ങനെ ഉണ്ടോ? അതോ പൊതുവായിട്ട് എല്ലാത്തിനും കൂടി? നമുക്ക് ഈ ആസനങ്ങളുണ്ടല്ലോ, ഓരോ ആസനത്തിന് ഇന്ന ആസനങ്ങളുണ്ട്. അപ്പോൾ അത് മേരുദണ്ഡാസനം, മയൂരാസനം, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ മേരുദണ്ഡാസനം ചെയ്താൽ നട്ടലിന് കൂടുതൽ ബലം കൂടുതലുണ്ടാകുന്ന അങ്ങനെയൊക്കെ ഉള്ള. അപ്പോൾ ഓരോന്നും അതിൻ്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ച്.
അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. എങ്ങനെയുണ്ട് ഇവിടെ യോഗ ക്ലാസ്സുകൾ? ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാമോ? എന്തൊക്കെയാണ് നടക്കുന്നത്? എങ്ങനെയുണ്ട് ക്ലാസ്സിനെ പറ്റി പറയാനായിട്ട് ഞങ്ങളുടെ മാഷ് സംസാരിക്കും. മാഷ് സംസാരിച്ച് കഴിഞ്ഞു. നിങ്ങളുടെ അഭിപ്രായമാണ് ഇനി അറിയേണ്ടത്. എന്തെങ്കിലും അസുഖമായിട്ട് വന്നതാണോ അതോ അല്ലെങ്കിൽ ആരോഗ്യം? അനുഭവങ്ങൾ പറഞ്ഞു. ഈ യോഗയ്ക്ക് വന്നതിന് ശേഷം ആരോഗ്യത്തിന് വളരെ വ്യത്യാസമുണ്ട്. ഷുഗർ ഉണ്ടായിരുന്നു, അതുകൊണ്ടുള്ള ഒരു നോർമലായിട്ടുണ്ട്. മറ്റ് ശാരീരികമായിട്ടുള്ള മറ്റ് അസുഖങ്ങളെല്ലാം ഒന്നും മാറിക്കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇവിടെ കൂടുതലും ലേഡീസ് ആണല്ലോ ഉള്ളത്, ജെൻസ് കുറവാണല്ലോ. ജെൻസ് കുറവാണ്. അത് ശരി. എത്ര ആളുണ്ട് ചെയ്യുന്നു യോഗ? ഞാനൊരു 2-3 വർഷമായിട്ട് ചെയ്യുന്നു. 3 വർഷമായിട്ടുണ്ടോ? അത് ശരി. അപ്പോൾ ഇവിടെ തുടങ്ങിയിട്ട് ഇപ്പോൾ എത്ര വർഷമായി? ഇവിടെ തുടങ്ങിയിട്ട് 10-20 വർഷം കൊണ്ട് ഇവിടെ 20 വർഷത്തോളമായി. സാറിന് മുമ്പേ ഒരു മാഷുണ്ടായിരുന്നു, പുള്ളി മരിച്ചുപോയി. അതിനുശേഷം സാറ് എടുത്തിരിക്കുന്നത്. അപ്പോൾ സാറ് തന്നെ വന്നിട്ട് ഇപ്പോൾ ഏതാണ്ടൊരു 16-17 വർഷത്തോളമാകും അല്ലേ. അപ്പം ഞാനൊരു 12 വർഷമായിട്ട് ഈ ഗ്രൂപ്പിലുണ്ട്. എല്ലാ ദിവസവും വന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ എന്തെങ്കിലും സൺഡേ മാത്രമില്ല, ബാക്കി എല്ലാ ദിവസങ്ങളിലും അല്ലാതെ. അപ്പോൾ എനിക്ക് ഒത്തിരി ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ ഒരുപാട് എനിക്ക് മുക്തി നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ആരോഗ്യം നിലനിർത്തുന്നത്, വിശ്വസിക്കുന്നവനുമാണ്. അതുകൊണ്ട് യോഗ എല്ലാവരും ചെയ്യണം. എല്ലാവർക്കും ആരോഗ്യ സംരക്ഷണത്തിന് യോഗ ഒരു പ്രത്യേക സംഗതിയായിട്ട് നമ്മൾ കണക്ക് കൂട്ടണം. അത് അത്യാവശ്യവുമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാനിപ്പോൾ 1 വർഷമായിട്ടാണ് ചെയ്യുന്നത്. റിട്ടയർഡ് ബാങ്ക് എംപ്ലോയിയാണ്. ആഫ്റ്റർ റിട്ടയർമെൻറ്റാണ് ഇവിടെ യോഗയ്ക്ക് വന്ന് തുടങ്ങിയത്. അപ്പോൾ ഇതിന് എനിക്ക് ഡയബറ്റിക് പ്രശ്നം ഉണ്ടായിരുന്നു, അത് ഏകദേശം നോർമലായി. ഇവിടെ വന്നതിന് ശേഷം ഒരു പനി പോലും ഇന്ന് വരെ വന്നിട്ടില്ല. ഈ യോഗയ്ക്ക് വന്നതിന് ശേഷം ഭയങ്കരമായിട്ട്. പിന്നെ ഞങ്ങൾ ഒരുപാട് എൻ്റർടൈൻ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് ടൂർ പോകാറുണ്ട്. അങ്ങനെ കുറേ പാക്കേജുകൾ ഞങ്ങളങ്ങനെ ചെയ്യാറുണ്ട്. ഇവിടുന്ന് യോഗ പഠിച്ചിട്ട് വീട്ടിൽ മറ്റുള്ളവരൊക്കെ പഠിപ്പിക്കാറുണ്ടോ? പഠിപ്പിക്കാറില്ല. അവരും കൂടെ ഇവിടെ വന്ന് അറ്റൻഡ് ചെയ്യണമല്ലോ. അതാണല്ലോ, എല്ലാവരും കൂടെ ഇതിലൊരു കൂട്ടായ്മയാണ്. അപ്പം ഞങ്ങൾ കുറച്ച് എന്തെങ്കിലും ഞങ്ങളെ കൂട്ടത്തിലുള്ള ഒരാൾക്കൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഞങ്ങളെല്ലാം ഒരുമിച്ച് നിൽക്കുകയും അവരെ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരെ സഹായിക്കുക. അങ്ങനെയുള്ള അങ്ങനെ ഇതിൻ്റെ ഇടയ്ക്ക് നടക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് ടൂർ പോകും. അതൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് ഞങ്ങളപ്പോഴും സൗഹൃദം ഒന്നും കൂടെ കൂട്ടി ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഞങ്ങൾ ഒരുപാട് എൻ്റർടൈൻ ചെയ്യുന്നുണ്ട്. ഇതെന്ന് പറയുന്നത് റിട്ടയർമെൻറ്റ് ലൈഫ് ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ട് ഇവിടെ വന്നതിന് ശേഷം. എൻ്റെ പേര് അജിത. ഞാൻ ഇവിടെ വന്നിട്ട് 1 വർഷത്തോളം ആവുന്നു. ആദ്യം വന്നപ്പോൾ എനിക്ക് ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. 2 മാസം കഴിഞ്ഞപ്പം ഞാൻ ഇരുന്ന് നല്ലതുപോലെ കുത്തിയിരിക്കുന്ന ഒരു പ്രൊസീജിയർ ഉണ്ടല്ലോ, ആ പ്രൊസീജിയർ 2 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ചെയ്തു. അപ്പോൾ എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ എല്ലാം ഇവിടെ നമ്മുടെ സാറ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫുൾ ബോഡി മൂവ്മെൻറ്റ് എക്സർസൈസാണ്. നിന്നുകൊണ്ടാണ് എല്ലാം ചെയ്യുന്നത്, അല്ലാതെ ഇരുന്നുകൊണ്ടും കിടന്നുകൊണ്ടൊന്നും ഉള്ളതല്ല. എല്ലാം എന്നാൽ നമ്മുടെ എല്ലാ അവയവങ്ങൾക്കും ഉള്ള ഒരു ബോഡി മൂവ്മെൻറ്റ് എക്സർസൈസാണ് ഇവിടെ ചെയ്യുന്നത്. ഇന്നും ഞാനിവിടെ വന്നിട്ട് 1 വർഷത്തോളമായി. എനിക്ക് ഷോൾഡർ പെയിൻ ആയിരുന്നു. കേക്ക് ഉണ്ടാക്കുന്ന ബിസിനസ്സാണ്. അപ്പോൾ ഷോൾഡർ പെയിൻ കാരണം എനിക്ക് ഭയങ്കര വേദന. ഇന്നിപ്പോൾ ഇവിടെ വന്ന് ഈ എക്സസൈസൊക്കെ ചെയ്ത് ഒരുപാട് ഏതുണ്ട്. ശരിക്കും ഞങ്ങളിവിടെ യോഗയല്ല, ലൂസണിങ് എക്സസൈസ് എന്നാണ് ചെയ്യുന്നത്. എല്ലാ ആസനങ്ങൾ കട്ടിയേറി ഏത് പ്രായക്കാർക്ക് ചെയ്യാം. കൊച്ചു കുട്ടികൾക്ക് മുതിർന്നവർക്കും നല്ല ഫ്രീ ആയിട്ട് ചെയ്യാവുന്നതാണ്. എനിക്ക് നല്ല ശ്വാസമുട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ യോഗ ചെയ്തതിനു ശേഷം ശ്വാസമുട്ടിന് ഒരുപാട് കുറവുണ്ട്. പിന്നെ അതിന് പുറമേ നമ്മളെല്ലാവരും കൂടി വരുമ്പോഴത്തേക്ക് എല്ലാവരെയും കാണുകയും സന്തോഷം, കുറച്ച് നേരം നമ്മൾ സന്തോഷത്തോടു കൂടി ഇവിടെ നിൽക്കുന്നു. എല്ലാവരുമായിട്ട് കൂട്ടുകൂടി എല്ലാവരും ഇപ്പോൾ ഒരുപാട് പരിചയക്കാരെ കിട്ടി. പിന്നെ യോഗ ചെയ്യുന്നത് എല്ലാവരും ചെയ്യുന്നത് നല്ലതാണ്. ഈ ശ്വാസമുട്ടായാലും മുട്ടുവേദനയായാലും കയ്യും കാലിനും കഴപ്പായാലും എല്ലാത്തിനും നല്ലൊരു യോഗ ചെയ്യുന്നത് നല്ലത്. യോഗ ചെയ്തതിനു ശേഷമുള്ള മാറ്റം? യോഗ ചെയ്തതിനു ശേഷം നമുക്ക് ഒരുപാട് ഓക്സിജൻ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ ശ്വാസമൊക്കെ സാധാരണ ഗതിയിൽ നിന്ന് കുറച്ചുകൂടെ മാറ്റം. അത് നമ്മൾ ചെയ്യാതിരിക്കുമ്പോൾ അതിൻ്റെ ഡിഫക്റ്റ് നമുക്ക് പിന്നെ അറിയാൻ പറ്റും. പക്ഷേ അത് പെട്ടെന്ന് അറിയത്തില്ല എന്നുള്ളതേ. അതൊരു വളരെ നല്ല കാര്യമാണ്. ഇതൊരു ഡോക്ടർ സജഷനോടെ ഉണ്ട്. ആർക്കും പേര് ഉഷ. എനിക്ക് ഡിസ്കിൽ കംപ്ലൈൻ്റ് ഉള്ളതായിരുന്നു. ഞാൻ ആയുർവേദ ട്രീറ്റ്മെൻറ്റിലൊക്കെ ആയിരുന്നു. ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ഇപ്പോൾ ട്രീറ്റ്മെൻ്റ് ഒന്നുമില്ല, നല്ല വ്യത്യാസമുണ്ട്. നല്ല ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ നടക്കട്ടെ. എല്ലാവർക്കും ആരോഗ്യമാണല്ലോ ഇപ്പം സമ്പത്തെന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. സാറിനും സാറിൻ്റെ ടീമിനും എല്ലാവിധ ആശംസകളും നേരുന്നു.